ബ്രേക്ക്ഔട്ട് ട്രേഡിൽ വീണ്ടും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. മിക്കവാറും അത് നിങ്ങളുടെ പ്രോബ്ലം ആയിരിക്കില്ല, ലിക്വിഡിറ്റി ട്രാപ്പിൽ നിങ്ങൾ കുടുങ്ങി പോകുന്നതായിരിക്കാം. പല ബിഗ് പ്ലേയേഴ്സും നിങ്ങളുടെ ട്രേഡുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അവരുടെ ഒരു പെർഫെക്റ്റ് എൻട്രിക്കായിട്ട് അവരെങ്ങനെ നിങ്ങളെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുൾ ട്രാപ്പും ബിയർ ട്രാപ്പും എങ്ങനെ തിരിച്ചറിയാം, വ്യാജ ബ്രേക്ക്ഔട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന യഥാർത്ഥ മാർക്കറ്റ് മെക്കാനിസം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ ട്രേഡിലും അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സിസ്റ്റം, ക്യാൻഡിൽ ക്ലോസ്, വോളിയം കൺഫർമേഷൻ, റീസെറ്റ്. ഈ 3 നിയമങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിനെ തന്നെ മാറ്റിമറിക്കും. അപ്പോൾ ഫോമോ ട്രേഡിൽ നിന്ന് സ്മാർട്ട് ട്രേഡർ ആകാനുള്ള വഴി മാർക്കറ്റിനെ പിന്തുടരാതെ കൺഫർമേഷൻ കാത്തിരുന്ന് പ്രൊഫഷണലുകളെ പോലെ ട്രേഡ് ചെയ്യാൻ പഠിക്കാം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പലപ്പോഴും ചാർട്ടിൽ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ക്ലിയർ റെസിസ്റ്റൻസ് ലൈൻ അല്ലെങ്കിൽ 3 or 4 അല്ലെങ്കിൽ ചിലപ്പോൾ 5 തവണ വരെ ടെസ്റ്റ് ചെയ്ത് പ്രൈസ് ഒരു സ്പ്രിംഗ് പോലെ പ്രഷർ ബിൽഡ് ചെയ്യുന്ന ഒരു സോൺ നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നു. ആ ഒരു സോൺ സ്ക്വീസ് ആയിട്ട് വരുന്നുണ്ട്, ബ്രേക്ക്ഔട്ട് ഉടനെ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലൈനിന് തൊട്ട് മുകളിൽ തന്നെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്, തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസും വെക്കുന്നു. എന്നിട്ട് ആ ഒരു വലിയൊരു മൂവിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. പ്രൈസ് ആ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, നിങ്ങളുടെ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നു. കുറച്ച് നിമിഷത്തേക്ക് നിങ്ങൾ ഒരു ട്രേഡിംഗ് ജീനിയസ് ആണ് എന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പോകും. നിങ്ങളുടെ പ്രോഫിറ്റ് കൂടി വരികയാണ്. പക്ഷെ പെട്ടെന്ന് എല്ലാം ചേഞ്ചായി. പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, അത് വളരെ ശക്തമായിട്ട് തിരിച്ചു വരും. അത് ആ ഒരു ക്രൂഷ്യൽ ലെവലുകളിലൂടെ തിരിച്ച് താഴേക്ക് വരികയാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ പ്രതീക്ഷിച്ച ലോസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പുറത്തു വരുന്നു. നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് പുറത്താകുന്നു. പക്ഷെ അതിനുശേഷമാണ് യഥാർത്ഥ ഗെയിം. ഇത്തവണ പ്രൈസ് താഴേക്ക് വരുന്നില്ല, നിങ്ങൾ ആദ്യം വിചാരിച്ച ഡയറക്ഷനിലേക്ക് പ്രൈസ് വീണ്ടും കയറി പോവുകയാണ്. നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ആ ട്രേഡിൽ ഇത്തവണ ഇല്ല. ഇതൊരു പക്ഷേ മൾട്ടിപ്പിൾ ടൈംസ് എല്ലാ പുതിയ ട്രേഡർമാർക്കും സംഭവിക്കുന്ന ഒരു സ്ഥിരം പ്രോബ്ലം തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ബാഡ് ലക്ക് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ലിക്വിഡിറ്റി ട്രാപ്പിൽ പെട്ടുപോയി എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കും. ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന പല ട്രേഡുകളുമാണ് എപ്പോഴും വലിയ അപകടം കൊണ്ടുവരുന്നത്. ബിഗ് പ്ലേയേഴ്സിന് അവരുടെ വലിയ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇതുപോലെയുള്ള ഒരുപാട് ഓർഡേഴ്സ് ആവശ്യമാണ്. ഇന്ന് ഈ ട്രാപ്പുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും അതിന് പിന്നിലെ രഹസ്യം എങ്ങനെയാണെന്നും ഈ ഒരു യഥാർത്ഥ ബ്രേക്ക്ഔട്ടും ഫേക്ക്ഔട്ടും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് സിമ്പിളായി 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ ചെയ്യുന്നത്. ബ്രേക്ക്ഔട്ട് ട്രേഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ കഴിയും. ഒരു സപ്പോർട്ട് ലൈനോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലൈനോ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്ന ആ ഒരു സിറ്റുവേഷനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു നല്ല സാധ്യത നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതിലെ ലോജിക്കും വളരെ പോസിറ്റീവാണ്. നമുക്ക് പെട്ടെന്ന് ആ ലെവൽ ഒന്ന് ക്രോസ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വലിയ ബെനിഫിറ്റ് കിട്ടും എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. പഴയ ചാർട്ടുകൾ പരിശോധിച്ചാൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാനും കഴിയും. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വിജയസാധ്യത കൂടിയ ഒരു ട്രേഡിംഗ് ടെക്നിക്കായിട്ട് നമുക്ക് ഇതിനെ ഉറപ്പാക്കാനും കഴിയും. പക്ഷേ ഇതിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു സത്യം എന്താണെന്നാൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിങ്ങിനെ ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കുന്നത് ഈ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ മാത്രമല്ല എല്ലാവരും കാണുന്നു. മാർക്കറ്റിനെ ശരിക്കും മൂവ് ചെയ്യിക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൽഗോരിതംസും ഒക്കെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. നമ്മുടെ കൂടെ അവരും ഒരു എൻട്രിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ എവിടെയാണ് എന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മനസ്സിലാവും, അല്ലെങ്കിൽ അൽഗോരിതംസിന് മനസ്സിലാവും. എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചാർട്ടുകളെ വെറുതെ പ്രൈസ് പാറ്റേണുകളായിട്ട് കാണരുത്, മറിച്ച് ലിക്വിഡിറ്റിയുടെ ഒരു മാപ്പായിട്ട് കാണണം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിനെ കാര്യമായി ബാധിക്കാതെ എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു കഴിവാണ്. ബേസിക്കലി നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഇപ്പൊ SBIയുടെ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ SBI ഇപ്പോൾ 1000 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 1001 രൂപ നമ്മൾ ബൈയിങ് കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ സെല്ല് ചെയ്യാനാണെങ്കിൽ 999 കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും. അതിന്റെ ടിക്ക് വാല്യൂവിന് വളരെ ക്ലോസ് ആയിട്ട് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത്രയും ബയേഴ്സും സെല്ലേഴ്സും അവിടെ അവൈലബിൾ ഉണ്ട് എന്നുള്ളതാണ് ലിക്വിഡിറ്റിയുടെ കാര്യം. അപ്പോൾ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ബൈയിങ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ സെല്ലേഴ്സ് അവൈലബിൾ ആയിരിക്കണം. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ SBIയുടെ 100 ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല.
മാർക്കറ്റിന് അത് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്രയും ബയേഴ്സ് അവിടെ അവൈലബിൾ ഉണ്ട്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ ഒരു 1 lakh അല്ലെങ്കിൽ 10 lakh ഷെയറുകൾ വിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. സെൽ ബട്ടൺ ഞെക്കിയാൽ അതൊരു വലിയ ക്രാഷിലേക്ക് എത്തും എന്നുള്ളതാണ് അവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കാരണം കറണ്ട് പ്രൈസ് അത്രയും വലിയൊരു ഓർഡർ വാങ്ങാൻ ആവശ്യത്തിന് ബയേഴ്സ് ഉണ്ടാവില്ല. ഓരോ ഷെയർ വിൽക്കുമ്പോഴും പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വളരെ ചെറിയൊരു വിലയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് വിൽക്കാൻ കഴിയും. അപ്പോ ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇത് തന്നെയാണ്. അപ്പൊ അവർക്ക് ഒരു 1 lakh ഷെയർസ് വിൽക്കണമെങ്കിൽ പിന്നെ അവർ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണോ ഒരുപാട് ഓർഡറുകൾ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഏരിയകൾ അവർ നോക്കി അവിടെ എളുപ്പത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഓർഡറുകൾ കണ്ടെത്തി അവിടെ നമ്മൾ ആ ഒരു എക്സിക്യൂഷന് ശ്രമിക്കുക. ആ ഒരു ക്ലിയർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളുടെ തൊട്ട് താഴെയോ മുകളിലോ ഉള്ള ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറുകളെ ടാർഗറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു കീ റെസിസ്റ്റൻസ് ലെവലിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു ലൈനിന് തൊട്ട് മുകളിൽ 2 മെയിൻ ഗ്രൂപ്പുകളുണ്ട്. ബൈ ഓർഡറുകൾ ഇടുന്ന ബ്രേക്ക്ഔട്ട് ട്രേഡർമാരും അവരുടെ ബൈ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ഒരു ഷോർട്ട് സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു 1 lakh ഷെയറുകൾ വിൽക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഉറപ്പുള്ള ബൈ ഓർഡറുകൾ ഒരു കൂട്ടം ശരിക്കും ഒരു ഗിഫ്റ്റ് പോലെയാണ്. പ്രൈസ് ക്രാഷ് ആവാതെ അവർക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റിയുടെ ഒരു വലിയ പൂൾ അവിടെ അവർക്ക് ലഭിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ബ്രേക്ക്ഔട്ട് എൻട്രിയും സ്റ്റോപ്പ് ലോസും വെറുതെ ട്രേഡ് അല്ല, അതൊരു ബിഗ് പ്ലേയേഴ്സ് അവരുടെ ബിസിനസ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചാർട്ടിൽ ശരിക്കും എങ്ങനെയാണ് കാണാൻ കഴിയുക? ഇത് സാധാരണയായിട്ട് 2 ക്ലാസിക് പാറ്റേണുകളായിട്ടാണ് വരാറ്. ഒന്ന് ബുൾ ട്രാപ്പ്, പിന്നെ ബിയർ ട്രാപ്പ്. നമുക്ക് ബുൾ ട്രാപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു ക്ലിയർ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്, എല്ലാവരും അത് നോക്കിയിരിക്കുകയാണ്. ബിഗ് പ്ലേയേഴ്സ് അവരുടെ പവർ ഉപയോഗിച്ച് പ്രൈസിനെ ആ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് പുഷ് ചെയ്യും. അപ്പോൾ അവിടെയാണ് ഈ ഒരു ട്രാപ്പ് തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം സിമ്പിൾ ആണ്. ലൈനിന് മുകളിൽ കാത്തിരിക്കുന്ന ബൈ ഓർഡറുകളെല്ലാം ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അവരൊന്ന് കുറച്ച് ബൈ ചെയ്യുന്നത്. അപ്പൊ ബ്രേക്ക്ഔട്ടിൽ ട്രേഡർമാർ ചാടിക്കയറുന്നു. ഷോർട്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പുകൾ ഹിറ്റ് ആവുന്നു. ആ ഒരു സ്റ്റോപ്പുകൾ ഹിറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയർ കുറച്ചുകൂടി മുകളിലേക്ക് വരും. കുറച്ച് സമയത്തേക്ക് വളരെ സ്ട്രോങ്ങും റിയലുമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് നമുക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഡിമാൻഡാണ്. ഈ ഒരു ബൈയിങ് പ്രഷറിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ വലിയ സെൽ ഓർഡർ ആ ഒരു ടോപ്പിൽ വിറ്റഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് ഒരു വലിയ വിലയിൽ ആ ഒരു ഓർഡർ ഫില്ല് ചെയ്യാൻ പറ്റും. അവരുടെ ഓർഡർ ഏതാണ്ട് ഫില്ല് ആയി കഴിയുമ്പോൾ പിന്നെ പ്രൈസിനെ അവിടെ പിടിച്ചു നിർത്താൻ അവർക്ക് ഒരു കാരണവുമില്ല, താല്പര്യവുമില്ല. ആ ഒരു ആർട്ടിഫിഷ്യൽ ബൈയിങ് പ്രഷർ ഇല്ലാതാവുകയാണ്. അപ്പൊ പ്രൈസ് പതുക്കെ താഴേക്ക് വരുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് വാങ്ങിയ ആൾക്കാരെ കൊണ്ട് മാർക്കറ്റ് നിറയുകയാണ്. അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷനിൽ പ്രൈസ് ആ റെസിസ്റ്റൻസ് ലെവലിന് താഴേക്ക് വരികയാണ്. അപ്പോഴാണ് പെട്ടുപോയ ബയ്യേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ അവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ പ്രൈസ് വീണ്ടും ശക്തമായിട്ട് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ബുൾ ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഏതാണ്ട് ബുൾ ട്രാപ്പ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ബിയർ ട്രാപ്പും ഏതാണ്ട് ഇതേ കോൺസെപ്റ്റിൽ തന്നെയാണ്, നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു ക്ലിയർ സപ്പോർട്ട് ലെവൽ ഉണ്ട്. ബിഗ് പ്ലേയേഴ്സ് ആ ലെവലിന് താഴേക്ക് പെട്ടെന്ന് ഒരു ഇടിവുണ്ടാക്കുന്നു. മാർക്കറ്റ് ഇനി താഴേക്ക് പോകുന്ന കരുതി പുതിയ സെല്ലേഴ്സ് അവിടെ ചാടിക്കയറും. ഈ ഒരു സെല്ലിംഗ് വേവിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ ബൈ ഓർഡറുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടും. സെല്ലിംഗ് തീർന്നു കഴിഞ്ഞാൽ പ്രൈസ് പെട്ടെന്ന് തിരിച്ചു കയറും. ഇതൊരു ഷോർട്ട് സെല്ലേഴ്സിനെ ട്രാപ്പിലാക്കുകയും പ്രൈസ് മുകളിലേക്ക് പോകാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഈ 2 സിറ്റുവേഷനിലും ആ ഒരു ബ്രേക്ക്ഔട്ട് എന്നത് പറയുന്നത് മാർക്കറ്റ് സെന്റിമെന്റ്സിലെ ഒരു യഥാർത്ഥ മാറ്റമായിരുന്നില്ല, ഒരു ലിക്വിഡിറ്റി ഗ്രാബായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാപ്പിൽ പെടാതെ രക്ഷപ്പെടുക? അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിക്വിഡിറ്റി ആവാതെ നമുക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിക്വിഡിറ്റി വേണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തടയാൻ പറ്റില്ല. പക്ഷെ ആ ട്രാപ്പിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ട്രാപ്പിൽ പെടാതെ മാറി നിൽക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഇതിനൊരു വെരിഫിക്കേഷൻ സിസ്റ്റം വേണം. എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക? നിങ്ങൾക്കൊരു ഷീൽഡ് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന സിമ്പിൾ ആയതും എന്നാൽ പവർഫുള്ളുമായിട്ടുള്ള 3 റൂളുകളുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഒന്നാമത്തെ റൂള് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ക്ഷമയുടെ പര്യായമായിട്ടുള്ള റൂളാണ്. പല ലിക്വിഡിറ്റി ഗ്രാഫ്സും ഒരു ലെവലിന് മുകളിലേക്ക് പെട്ടെന്ന് പോയിട്ട് തന്നെ പെട്ടെന്ന് തിരിച്ചിറങ്ങുന്ന ഒരു വിക്കായിട്ടാണ് സംഭവിക്കാറ്. ഒരു ക്യാൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രേഡിൽ കയറുന്നത് ഒരു കൺഫർമേഷനോട് കൂടിയല്ല, വെറും നോയിസ് റിയാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് കരുതാം. ഒരു വലിയ വിക്ക് വന്നിട്ട് ആ ഒരു ക്യാൻഡിൽ പഴയ റേഞ്ചിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ട്രാപ്പ് ആകാനുള്ള വലിയൊരു സൂചനയാണ്. ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക, ആ ലെവലിനും അപ്പുറം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസ്, കൂടുതൽ കൺഫർമേഷൻ നമുക്ക് കിട്ടും. രണ്ടാമത്തെ റൂള് വോളിയം സിഗ്നേച്ചർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വോളിയം നമുക്ക് കാണിച്ചു തരും. ഒരു പക്ഷേ ആ മൂവ്മെന്റിന് പിന്നിലെ സ്ട്രെങ്തിനെ കുറിച്ചുള്ള സൂചനകൾ വോളിയത്തിന് കൃത്യമായിട്ട് തരാൻ പറ്റും. ഹെൽത്തി റിയൽ ബ്രേക്ക്ഔട്ടിന്റെ കൂടെ ശക്തമായിട്ടുള്ള ഒരു വോളിയം ഉണ്ടാവും. അടുത്ത സമയത്തെ ആവറേജ് വോളിയത്തെക്കാൾ നല്ലൊരു സ്പൈക്ക് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ആ വോളിയം കാണിക്കുന്നത് മൂവ്മെന്റിന് പിന്നിൽ ഒരുപാട് പേരുടെ പാർട്ടിസിപ്പേഷനും റിയൽ ക്യാപിറ്റലും ഉണ്ട് എന്നുള്ളതാണ്. ഒരു വീക്ക് അല്ലെങ്കിൽ ആവറേജ് വോളിയത്തോടെയുള്ള ബ്രേക്ക്ഔട്ട് വളരെ സംശയത്തോടെ വേണം നമ്മൾ അതിനെ നോക്കിക്കാണാൻ. ഒരു പുഷിന് പിന്നിൽ
വലിയ ശക്തി ഇല്ലെങ്കിൽ അത് കാണിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ട്രാപ്പ് ആണ് എന്നുള്ളതാണ്. പ്രൈസ് ബ്രേക്ക്ഔട്ട് ആകുന്നുണ്ട്, പക്ഷെ വോളിയം ബാർ വളരെ വീക്ക് ആണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എപ്പോഴും സേഫ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ആ ഒരു റൂളിലേക്ക് പോകാം. റീടെസ്റ്റിനായിട്ട് കാത്തിരിക്കുക. അവസാനത്തെ സെറ്റപ്പ് കുറച്ച് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. തീർച്ചയായിട്ടും ഇതൊരു ക്ലാസിക് ടെക്നിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പ്രൊഫഷണൽ ട്രേഡർമാരും ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രൈസ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് അതിനുശേഷം പഴയ ലെവലിലേക്ക് തിരിച്ചു വന്നിട്ട് പുതിയൊരു സപ്പോർട്ടിനായിട്ട് റീടെസ്റ്റ് ചെയ്യുന്നു. അതുവരെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു മുകളിലേക്ക് കയറുമ്പോൾ ഒരു നല്ല എൻട്രി സിഗ്നൽ ആണ്. അതല്ല, ഒന്ന് നിൽക്കുക പോലും ചെയ്യാതെ അത് ആ ലെവലും കടന്ന് താഴേക്ക് പോയാൽ തീർച്ചയായിട്ടും അതൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നോ റീടെസ്റ്റ് നോ ട്രേഡ് എന്ന ക്ഷമയുള്ള പല ട്രേഡർമാരുടെയും ഒരു മന്ത്രമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് സിസ്റ്റം, ക്യാൻഡിൽ ക്ലോസിംഗിനായിട്ട് വെയിറ്റ് ചെയ്യുക, വോളിയം വെച്ച് കൺഫേം ചെയ്യുക, റീടെസ്റ്റിനായിട്ട് കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഇതൊരു വലിയ ടെക്നിക്കായിട്ടൊന്നും പറയേണ്ടതില്ല, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. മാർക്കറ്റിൽ നിന്ന് പ്രൂഫ് ചോദിക്കാൻ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം റിയാക്ട് ചെയ്യുന്ന ട്രേഡിൽ നിന്ന് ക്ഷമയോടെ പ്രൂഫിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് കണക്കാക്കുക, ഈ ഒരു മാസം എത്ര തവണ നിങ്ങൾ ഫുൾ അല്ലെങ്കിൽ ബിയർ ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലിയർ പാറ്റേണുകൾ ട്രേഡ് ചെയ്യുന്നത് നിർത്തിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് നിങ്ങളുടെ സൈക്കോളജിയെ തകർക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോ മാർക്കറ്റ് നമ്മളെ എളുപ്പത്തിൽ പണം തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നല്ല. ക്ഷമയില്ലാത്തവരിൽ നിന്ന് ക്ഷമയുള്ളവരിലേക്ക്, അല്ലെങ്കിൽ അറിവ് കുറഞ്ഞവരിൽ നിന്ന് അറിവുള്ളവരിലേക്ക് പണം കൈമാറ്റപ്പെടുന്ന ഒരു ഏരിയയാണ്. ഒരു ചാർട്ടിലെ ഓരോ ക്ലിയർ പാറ്റേണും ഒരു ട്രാപ്പ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം നമ്മൾ കാണുന്നത് പോലെ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഫ്യൂച്ചർ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ പ്ലാൻ, ഇരകളായി മാറാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ മൂവ്മെന്റിനെ ചേസ് ചെയ്യുന്നത് നിർത്തുക, ആവേശത്തിൽ ചാടിക്കേറി വാങ്ങുന്നതും നമുക്ക് നിർത്താം. കൺഫർമേഷന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുക, വോളിയത്തിലും പ്രൈസ് ആക്ഷനിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാൽപ്പാടുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ വെരിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ കോമൺ ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. വെറുതെ വേട്ടയാടപ്പെടുന്ന ഇരകളാകാതെ കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടുള്ള നല്ല ട്രേഡറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.